ആശയറ്റവൻ്റെ ആശയും പ്രതീക്ഷയുള്ളവൻ്റെ പ്രതീക്ഷയും ആണ് ഭാഗ്യക്കുറികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വൻപിച്ച ലാഭത്തിൽ നമ്മുടെ കേരളത്തിൽ ഭാഗ്യക്കുറി നടന്നു പോകുന്നത്. എന്താണ് ഈ ഭാഗ്യക്കുറി? എങ്ങനെയാണ് ഗവൺമെൻറ് ഇത് ഏറ്റെടുക്കുവാൻ കാരണം? ഈ വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭാഗ്യക്കുറിയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ ആദ്യം നമുക്കറിയാം, സാത്ത മാട്ക എന്ന് പറയുന്ന ഗ്യാംബ്ലിംഗ് എന്ന രൂപത്തിലുള്ള ആളുകളെ കബളിപ്പിക്കുന്ന രീതിയിൽ വളരെ ആസൂത്രിതമായി ഒരു സാമൂഹ്യ വിപത്തായി മാറിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് 50-കൾ 60-കൾ ആ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ ഇതിങ്ങനെ കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് 1967 ഇത് ഗവൺമെൻറ് തലത്തിൽ ശ്രീമാൻ PK കുഞ്ഞ് സാമ്പത്തിക മന്ത്രിയായിരിക്കുന്ന സമയത്ത്, ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് കേരള സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ എൻ്റർപ്രൈസസും കേരള സംസ്ഥാന ഭാഗ്യക്കുറിയും തുടങ്ങിയത്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഒരു പരീക്ഷണാർത്ഥമാണ് തുടങ്ങിയത്. 1967 നവംബർ 1-നാണ് ഇതിൻ്റെ ആദ്യത്തെ ടിക്കറ്റ് വിതരണം നടന്നത്. അതിൻ്റെ നറുക്കെടുപ്പ് 1968 ജാനുവരി 26-ന്. ₹1 ടിക്കറ്റും 50,000 രൂപ ഒന്നാം സമ്മാനവുമായിട്ടുള്ള ആകർഷകമായ രീതിയിലാണ് ഇത് വന്നത്. അച്ചടിച്ച ടിക്കറ്റുകളെല്ലാം തന്നെ ആളുകൾ വാങ്ങുകയും വളരെ ഗംഭീരമായി ഈ നറുക്കെടുപ്പ് നടത്തി വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഈ ഭാഗ്യക്കുറിയുടെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിൽ ഇതിൻ്റെ ആദ്യത്തെ ചരിത്രം പാച്ചുമൂത്തത് ഭാഗ്യക്കുറി നടത്തി എന്ന് പറഞ്ഞു കേൾക്കുന്നു. അതിനെക്കുറിച്ച് വ്യക്തമായ രേഖകളൊന്നും നമുക്കില്ല. പക്ഷേ രേഖകളുള്ള ഒരു കാര്യം, വള്ളത്തോൾ നാരായണ മേനോൻ കേരള കലാമണ്ഡലം രൂപീകരിക്കുന്നതിന് വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്നതിന് ഭാഗ്യക്കുറി നടത്തിയതായി ചരിത്രരേഖകളിലുണ്ട്. അദ്ദേഹം ഭാഗ്യക്കുറി ടിക്കറ്റുകളിലൂടെയാണ് ഇതിൻ്റെ തുക സമാഹരിച്ചത്. ചൈനയിലെ വൻമതിൽ കിട്ടുന്നതിന് ഭാഗ്യക്കുറി നടത്തിയാണ് ധനം സ്വരൂപിച്ചത് എന്നുള്ളതിനും രേഖകൾ ഉണ്ട്. ഇങ്ങനെ മഹത്തായ ഒട്ടേറെ കാര്യങ്ങൾക്ക് ഭാഗ്യക്കുറി കാരണമായിട്ടുണ്ട്. ഈ ഭാഗ്യക്കുറിയുടെ ഒരു മുൻ ചരിത്രം എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ മലബാറിൽ, അതായത് മലപ്പുറം മുതൽ അങ്ങോട്ടുള്ള സ്ഥലങ്ങളിൽ നിലവിൽ നിൽക്കുന്നുണ്ട്. അതിന് കുറിക്കല്യാണം എന്നാണ് പറയുന്നത്. ഈ കുറിക്കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണവുമായി മാത്രം ബന്ധപ്പെട്ടതല്ല, കല്യാണവും അതിൽ പെടുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് എൻ്റെ വീടൊന്ന് പുതുക്കി പണിയണം. അപ്പോൾ ഞാൻ എൻ്റെ വീട് പുതുക്കി പണിയുന്നതിന് വേണ്ടി ഒരു കുറിക്കല്യാണം നടത്തുമെന്ന് പറഞ്ഞ് ഞാൻ നോട്ടീസ് അടിക്കും. ഈ നോട്ടീസ് ഞാൻ എൻ്റെ പരിചയക്കാർക്കും ബന്ധുക്കൾക്കും ഒക്കെ കൊടുക്കും. ഇതൊരു ഹോട്ടലിൽ വെച്ചാണ് നടക്കുന്നത്. ഇപ്പോഴും നടക്കുന്നതാണ് അവിടെ. ഹോട്ടലിൽ വെച്ചായിരിക്കും. ഈ ഹോട്ടലിൽ വരുമ്പോൾ ഈ വരുന്ന സമയത്ത് അവർക്കുള്ള സമൃദ്ധമായ ഭക്ഷണം കൊടുക്കുന്നു. അപ്പോൾ കൗണ്ടറിൽ ഒരാളിരിക്കുന്നു. ഈ ചെല്ലുന്ന ആൾ ആദ്യം കൗണ്ടറിൽ ബുക്ക് തുറന്ന് അയാളുടെ പേരും എഴുതി അയാൾ കൊടുക്കുന്ന തുകയും എഴുതി അകത്ത് പോകും, ഭക്ഷണം കഴിക്കും, തിരിച്ചു പോകും. ഈ കുറിക്കല്യാണത്തിലൂടെ സമാഹരിക്കുന്ന തുക സാധാരണ ഒരു 500-600 പേര് പങ്കെടുത്തു കഴിഞ്ഞാൽ സാമാന്യം നല്ലൊരു തുക കിട്ടുകയും ഈ തുകയ്ക്ക് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട് പണിയാണെങ്കിൽ അത്, മതിൽ കെട്ടലാണെങ്കിൽ അത്, കല്യാണം നടത്തലാണെങ്കിൽ അത് നടത്തിപ്പോരും. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ പേരെഴുതിയ ഒരാൾ അയാളൊരു കുറിക്കല്യാണം നടത്തുമ്പോൾ ഇതിൽ കുറയാത്ത ഒരു തുക പരമാവധി ഇതിൽ കൊടുക്കണം എന്ന് ഒരു അലിഖിത നിയമമുണ്ട്, അല്ലെങ്കിൽ ഒരു മാനക്കേടിൻ്റെ കാര്യമാണ്. അത് കൃത്യമായി ഇപ്പോഴും നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ കുറിക്കല്യാണമാണ്. ഇപ്പോഴും വളരെ ഭംഗിയായി മലബാർ പ്രദേശങ്ങളിൽ നടന്നു പോരുന്ന ഒരു കാര്യമാണ്. ഇത് ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെടണം. പലരിൽ നിന്ന് സ്വരൂപിക്കുന്ന തുക ഒരാളിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി സാത്ത മാട്ക മുതലായ ഗ്യാംബ്ലിങ്ങിൽ നിന്നും, ചൂതുകളിയിൽ നിന്നും ആളുകളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതൊരു ചൂതുകളി അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലീഗൽ ഗ്യാംബ്ലിംഗ് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ അതിനകത്തൊരു നിയന്ത്രണമുണ്ട്. ഇത് നടത്തുന്നത് ഗവൺമെൻറ്റാണ് എന്നുള്ളത് കൊണ്ട് അതിൽ കബളിപ്പിക്കലുകൾ ഉണ്ടാകില്ല എന്നുള്ള ഒരു വസ്തുത ഇതിനകത്ത് വളരെ കൃത്യമായി ഉണ്ട് എന്ന് മാത്രമല്ല, ഇതിൽ നിന്ന് സ്വരൂപിക്കുന്ന തുക മുഴുവൻ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. നമ്മുടെ ആശുപത്രികൾക്കായാലും സ്കൂളുകൾക്കായിരുന്നാലും റോഡുകൾക്കായിരുന്നാലും എല്ലാ വികസനങ്ങൾക്കും വേണം. നമ്മുടെ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് സ്കൂൾ ലോട്ടറി എന്ന് പറഞ്ഞ ലോട്ടറി തന്നെ നടത്തിയിട്ടുണ്ട്. 1 കോടി ടിക്കറ്റാണെന്ന് അടിച്ചത്. അത് 80കളിലാണ്. അന്ന് ഈ 1 കോടി ടിക്കറ്റ് അടിച്ചുകൊണ്ട് ഈ സ്കൂൾ ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്തതും വളരെ വിജയകരമായി നടത്തിയതുമാണ്. അത് നമുക്കറിയാം. കാരുണ്യ ഇന്ന് ജീവിച്ചിരിക്കുന്ന നല്ലൊരു ശതമാനം ഹൃദ്രോഗികൾ കാരുണ്യമുള്ളത് കൊണ്ട് മാത്രം അതിൻ്റെ കാരുണ്യത്തിൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് നമുക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും. കാരണം ഈ ചികിത്സയ്ക്കുള്ള തുക
നേരിട്ട് ആശുപത്രിയിൽ എത്തിക്കുന്ന സംവിധാനം കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിൻ്റെ കാരുണ്യ ലോട്ടറിയിലൂടെയാണ് വന്നത്. അതുകൊണ്ട് ഒരു ഗുണം കൂടി ഉണ്ടായി. സാധാരണ ടിക്കറ്റ് എടുക്കാത്തൊരു വിഭാഗം കൂടി ടിക്കറ്റ് എടുക്കുന്ന തരത്തിലേക്ക് മാറുന്നതിന് ഇത് കാരണമായിട്ടുമുണ്ട്. കാരണം ഹൃദ്രോഗികൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്കും കിഡ്നി മാറ്റി വയ്ക്കുന്നവർക്കും മാരകമായ അസുഖമുള്ളവർക്കൊക്കെ കാരുണ്യയുടെ ചികിത്സാ സഹായം ലഭിക്കുമെന്ന് വന്നപ്പോൾ ആ ചികിത്സയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ടിക്കറ്റ് വാങ്ങുന്ന ഒരു വിഭാഗം വന്നു. മാത്രമല്ല ലക്ഷോപലക്ഷം ലോട്ടറി ഏജന്റന്മാർക്ക് ഇതുകൊണ്ട് ഉപജീവനവുമായി. ഇപ്പം രണ്ട് കാര്യങ്ങളാണ്. ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണിത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വികസനത്തിന് നമ്മളൊരു തുക മുടക്കുന്നു, അതോടൊപ്പം തന്നെ പലരുടെയും ജീവകാരുണ്യത്തിന് വേണ്ടി ഇത് വിനിയോഗിക്കുന്നു. മറ്റൊന്ന് നല്ലൊരു വിഭാഗത്തിൻ്റെ തൊഴിലായി ഇത് മാറുന്നു. അപ്പോൾ ഭാഗ്യക്കുറിക്ക് വേണ്ടി നമ്മൾ മുടക്കുന്ന ഒരു തുക എന്ന് പറയുന്നത് സമ്മാനം അടിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ഒരു പൗരൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ലീഗൽ ഗ്യാംബ്ലിംഗ് ആണെങ്കിൽ പോലും ഇതിനകത്ത് മുടക്കുന്ന തുക ഒരു നഷ്ടമായി ഒരിക്കലും നമുക്ക് കാണേണ്ടതില്ല. ഇനി ഭാഗ്യക്കുറി സമ്മാനമടിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് പരാതികൾ ആളുകൾക്കുണ്ട്. അതായത് ഇപ്പോൾ പറയും 10 ലക്ഷം രൂപ അടിച്ചു എന്ന് പറയും, നമ്മൾ ചെല്ലുമ്പോൾ 6 ലക്ഷമേ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുന്ന ആളോ. മാത്രമല്ല പിന്നെ നിങ്ങൾ എല്ലാ വർഷവും ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള വ്യാജമായ പ്രചാരണങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ട്. ഇതൊക്കെ അറിവില്ലാതെ നടത്തുന്ന കാര്യങ്ങളാണ്. 10 ലക്ഷം രൂപ അടിച്ചാൽ 10 ലക്ഷം കിട്ടില്ല. എന്തുകൊണ്ട് കിട്ടില്ല? നമ്മുടെ ഇൻകം ടാക്സ് നിയമം അനുസരിച്ച് ലോട്ടറി അടിക്കുന്നതിനും നമ്മൾ അതുപോലെ തന്നെ സമ്മാനമായി തുക ലഭിക്കുന്നതിനും ഒക്കെ 30% ഇൻകം ടാക്സ് കൊടുക്കണം, 30%. അപ്പോൾ 30% എന്ന് പറയുമ്പോൾ 10 ലക്ഷത്തിന് 30% 3 ലക്ഷം രൂപ പോയി, അപ്പോഴേ പോയി. അപ്പോൾ അത് നമ്മൾ കാണണം. ഇത് എന്തിനാണ്? നിയമപരമായി നമ്മൾ ഒരു തുക നമ്മുടെ കയ്യിൽ വന്നാൽ ആ ഇൻകത്തിനനുസരിച്ചുള്ള ടാക്സ് കൊടുക്കുവാൻ ഇന്ത്യയിലെ പൗരൻ എന്നുള്ള നിലയിൽ നമ്മുടെ ഈ നിയമം ബാധകമാണ്. ഇത് നമ്മൾ കൊടുക്കണം, യാതൊരു തർക്കവുമില്ല. പക്ഷേ കൊടുത്തതിന് ശേഷവും അടുത്ത വർഷം വീണ്ടും ചോദിക്കുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഇതിൻ്റെ കാര്യം, ഈ ടാക്സ് പണ്ടെല്ലാം ഭാഗ്യക്കുറി വകുപ്പ് പിടിക്കുമ്പോൾ സർചാർജ് അടക്കം പിടിക്കുമായിരുന്നു. ഇപ്പോൾ സർചാർജ് പിടിക്കുവാൻ ഗവൺമെൻറ് ലാറ്റ് സോഴ്സിൽ പിടിക്കുമ്പോൾ ടാക്സ് മാത്രം പിടിക്കും. ഈ ടാക്സ് എമൗണ്ടിൻ്റെ 10%, ഇപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് 30 ലക്ഷം രൂപ ടാക്സ് പിടിച്ച 3 ലക്ഷം രൂപ ടാക്സ് പിടിച്ചെങ്കിൽ അതിൻ്റെ 10% സർചാർജ് ഉണ്ടാവും. അത് 30,000 രൂപയാണ്. ഈ സർചാർജ് കൂടി പിടിച്ചുകൊണ്ട് ആദ്യം കൊടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല, അത് ഇൻകം ടാക്സ് ആണ് പിടിക്കുന്നത്. അപ്പോൾ ഈ പ്രൈസ് കിട്ടിക്കഴിയുമ്പോൾ ഈ സർചാർജ് അവർ പിടിക്കാൻ ചോദിക്കുമ്പോൾ പറയുന്നുണ്ടോ ഇൻകം ടാക്സിൻ്റെ പേപ്പർ ഒന്നും ഇനിയും വരും, എല്ലാ വർഷവും നിങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. വേണ്ട, നിങ്ങൾ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിന് മാത്രമേ ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ. ഈ കൊടുത്തതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ വ്യക്തമായി അറിയാമെന്നുള്ളവർ പോലും പറഞ്ഞു വരുമ്പോൾ ഇതിങ്ങനെ പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ടാക്സ് കൊടുത്ത് ജീവൻ പോയി എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നു. അത് തെറ്റാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഓരോ ദിവസവും ഇപ്പോഴത്തെ കണ്ടീഷനിൽ 10 ലക്ഷമൊന്നും അല്ലല്ലോ. ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 50 ലക്ഷത്തിന് പുറത്താണ്. ഓരോ ഭാഗ്യവാന്മാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇതുകൊണ്ട് ഉപജീവനം കഴിക്കുന്നതിലൊരു വിഭാഗമുണ്ട് എന്ന് നമ്മൾ കരുതണം. ഇതിൻ്റെ തുക വിനിയോഗിക്കുന്നത് നമ്മുടെ ദൈനംദിന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കാണ് എന്നുള്ളത് കൂടി നമ്മൾ കാണണം എന്നാണ് ഇതിനെക്കുറിച്ച് പറയുവാനുള്ളത്.